നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സിദ്ധസമാജ സ്ഥാപകൻ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാഘോഷം കായണ്ണ സിദ്ധാശ്രമത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി ഉദ്ഘാടനം ചെയ്തു. സിദ്ധസമാജ സ്ഥാപകർ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാഘോഷം കാർത്തിക മഹോത്സവം കായണ്ണ സിദ്ധാശ്രമത്തിൽ പൂർവാധികം ഭംഗിയായി സംഘടിപ്പിച്ചു. ദേവിക മനോജിന്റെ വന്ദന ശ്ലോകത്തോടെ ആത്മതത്വ പ്രഭാഷണത്തിന് തുടക്കമായി. കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി ഉദ്ഘാടനം ചെയ്തു. യോഗാചാര്യ രാമാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശിഖ MP, ആരുഷി കിഷോർ എന്നിവർ സിദ്ധവേദ പാരായണം നടത്തി. സമുദ്രത്തിൽ നിന്നും അലഞ്ഞു ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് അതിൽ നിന്നു കരകയറാനുള്ള നല്ല മാർഗത്തെ കാണിച്ചു തരുവാൻ ഭക്തിവിശ്വാസത്തോടെ അപേക്ഷിക്കുന്നു. പ്രിയ ശിഷ്യ, മായാസമുദ്രത്തിൽ നിന്ന് എവിടേക്ക് കരകയറുവാനുള്ള മാർഗമാണ് കാണിച്ചു തരേണ്ടത്? സർവശക്തനായ ഈശ്വരൻ ചേരേണ്ടതിന്. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഈശ്വരൻ എന്നത് ലോകത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം മുതലായതിനു കർത്താക്കന്മാരായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരാണെന്ന് പറഞ്ഞു വരുന്നു. അവരെ പല പ്രകാരത്തിലും പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠാതി ചെയ്തു പലരും സേവിച്ചു വരുന്നു. അതിനാൽ ഇപ്രകാരം തന്നെയായിരിക്കും എന്ന് ഞാനും ധരിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്രകാരം നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിലും ഈശ്വരന് സർവ്വവ്യാപിത്വം ഉണ്ടെന്നോ ഇല്ലെന്നോ നിങ്ങളുടെ വിശ്വാസം? ഈശ്വരൻ സർവ്വവ്യാപിയാണെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എന്നാൽ സർവ്വവ്യാപിയായ ഈശ്വരന് നാമമോ രൂപമോ ഉണ്ടാവാൻ തരമുണ്ടോ? യോഗാചാര്യ P. ബാലകൃഷ്ണൻ കണ്ണൂർ ഭക്തിയും ജീവിതവും എന്ന വിഷയത്തിൽ ആത്മീയ പ്രഭാഷണം നടത്തി. അതിൽ നിന്ന് ജ്ഞാനകാണ്ഡത്തിലേക്ക് പോയിക്കണം, അറിവിന്റെ തലത്തിലേക്ക് പോയിക്കൊള്ളണം. ആ അറിവിന്റെ തലത്തിൽ നിൽക്കരുത്, ഉപാസനാകാണ്ഡത്തിലേക്ക് പോയിക്കൊള്ളണം. അതാണ് കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം. പക്ഷെ നിർഭാഗ്യവശാൽ കർമ്മകാന്ഡത്തിൽ തന്നെ എല്ലാവരും നിൽക്കുന്നു. ശബരിമലക്ക് പോകുന്ന ഭക്തന്മാര് അവിടെ എഴുതി വച്ചിരിക്കുന്ന ആ കാര്യം വായിക്കാറുണ്ടോ എന്ന് വളരെ അത്ഭുതമാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ആ സ്വാമിയോട് തന്നെ ചോദിക്കാം നമുക്ക്, എന്താ സ്വാമി അവിടെ എഴുതി വെച്ചത്? തത്വമസി എന്താ അർത്ഥം? പിന്നെ അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? നീ അന്വേഷിച്ച പോകുന്ന തത്വം നീ തന്നെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒന്നും എത്രയാ? 2. പിന്നെ ആരെങ്കിലും കൂട്ടി വായിക്കാൻ ബൈഹാർട്ട് പഠിക്കുമോ? നീ അന്വേഷിച്ച് പോകുന്ന തത്വം നീ തന്നെയാണെന്ന് വളരെ വ്യക്തമായും പച്ചയായും എഴുതി വെച്ച് തന്നിട്ട് പോലും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മഹാത്മാക്കൾ ഉത്തരവാദിയല്ലല്ലോ. ആ തത്വമസി എന്ന് പറയുന്ന വാക്ക് ആരോട് പറഞ്ഞു കൊടുത്തതാണ്? അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും അതും അറിയണം. ഉദ്ദാലക മഹർഷി അദ്ദേഹത്തിൻ്റെ മകനായ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുത്തതാണ്. ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കാൻ കാരണമുണ്ട്. ശ്വേതകേതു പഴയ കാലത്തെ വിദ്യാഭ്യാസം ഗുരുകുല സമ്പ്രദായത്തിലാണ്. ആ ഗുരുകുലത്തിൽ നിന്ന് ഇദ്ദേഹം 4 വേദം പഠിച്ചു, 6 ശാസ്ത്രം പഠിച്ചു, 18 പുരാണങ്ങൾ പഠിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയപ്രകാശ് കായണ്ണ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മനോജ് M സ്വാഗതവും S സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് 5000 പേർക്ക് 10 കൂട്ടം വിഭവങ്ങളോടുകൂടി അന്നദാനവും ഒരുക്കിയിരുന്നു. അടുക്കും ചിട്ടയോടും കൂടിയതായിരുന്നു ഭക്ഷണ വിതരണം. രാവിലെ ഉപ്പുമാവും പഴവും പഞ്ചാമൃതും പ്രത്യേകതരം കാപ്പിയും നൽകി. ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച അന്നദാനം വൈകിട്ട് 5 മണിവരെ നീണ്ട ക്യൂ നിൽക്കേണ്ടി വന്നു. എത്തിയവർക്കെല്ലാം പഞ്ചാമൃതും സൗജന്യമായി നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.